സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാനാകുമോ? രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി എന്താണ്? ഇന്ത്യ സഖ്യത്തിന് ആകെ കിട്ടിയിരിക്കുന്ന സീറ്റ് 234 ഇതുകൂടാതെ 17 സ്വതന്ത്ര അംഗങ്ങളുമുണ്ട്. BJD-യും YSR കോൺഗ്രസും MIM-ഉം ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ 17 അംഗങ്ങൾ. ഇതിൽ 10 പേരുടെ പിന്തുണയും ഒപ്പം നിലവിൽ NDA സഖ്യത്തിലുള്ള നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും 28 സീറ്റും കിട്ടിയാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്ന 272 സീറ്റാകും. ഇത്തരമൊരു സാധ്യത ഉരുത്തിരിഞ്ഞു വന്നാൽ NDAയ്ക്ക് ഒപ്പമുള്ള RLD, NCP, വിമത വിഭാഗം തുടങ്ങിയ പാർട്ടികളുടെ അംഗങ്ങൾ കൂടി ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരാം. അതുകൊണ്ട് സർക്കാർ രൂപീകരിക്കുവാനുള്ള സാധ്യത ഇന്ത്യ സഖ്യത്തിന് എപ്പോഴുമുണ്ട്. പക്ഷേ അതിന് പഴയ കൂട്ടുകാരായ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കൂ. തൽക്കാലം അതിന് കഴിയില്ലെങ്കിലും ഭാവിയിൽ ഈ സാധ്യത ഇന്ത്യ സഖ്യത്തിന് മുന്നിലുണ്ട്. സർക്കാർ രൂപീകരിക്കാനായില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുമോ എന്നത് തന്നെയാണ് ഇനിയുള്ള ചോദ്യം. 2014 തകർന്നടിഞ്ഞ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ് കൂടിയാണ് 10 വർഷത്തിനു ശേഷം 2024 തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത്. ലോക്സഭയിൽ 10% സീറ്റ് ഇല്ലാത്തതിനാൽ കഴിഞ്ഞ 10 വർഷക്കാലം ലോക്സഭയിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുവാനുള്ള അംഗബലത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. 99 സീറ്റിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചത്. ലോക്സഭയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി കോൺഗ്രസ് തിരിച്ചെത്തിക്കഴിഞ്ഞു. പപ്പു എന്ന മോദിയുടെ ആക്ഷേപത്തിൽ നിന്നും ഹീറോ ആയി രാഹുൽ ഗാന്ധി വളർന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. സർക്കാർ രൂപീകരിക്കുവാൻ തൽക്കാലം കഴിയാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ അത് പ്രതിപക്ഷ നിരയിൽ വലിയ മുന്നേറ്റമാകും. മോദിക്കെതിരെ നേർക്കുനേർ നിന്ന് പൊരുതുവാൻ രാഹുൽ കളത്തിലിറങ്ങും. പ്രതിപക്ഷം കൂടുതൽ ശക്തമാകുന്നതും NDAയിൽ അസ്ഥിര സാഹചര്യം തുടരുന്നതും നരേന്ദ്രമോദി സർക്കാരിന് വലിയ തലവേദനകൾ തന്നെയാകും അങ്ങനെയെങ്കിൽ ഭാവിയിൽ ഉണ്ടാവുക.